ശരിക്കും ആരാണ് ഇറാനിലെ ജനങ്ങളുടെ സാമ്പത്തികമായ ദുരിതങ്ങൾക്ക് പ്രധാന കാരണക്കാർ? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: അമേരിക്ക. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇറാൻ സ്വാതന്ത്ര്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. സഹായിക്കാൻ US തയ്യാറാണ് എന്നായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. പ്രതിഷേധം തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ദിവസം വരെ ട്രംപ് നടത്തിയ പ്രതികരണങ്ങളിലെല്ലാം ഈ ഒരു തരത്തിലായിരുന്നു. ഇറാനിലെ എല്ലാ കുഴപ്പങ്ങൾക്കും സാമ്പത്തികം ഉൾപ്പെടെ എല്ലാത്തിനും കാരണക്കാർ ഇറാനിലെ ഭരണകൂടം മാത്രമാണെന്ന പ്രതീതി സൃഷ്ടിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അതിന് കുടപിടിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി അന്താരാഷ്ട്ര സംഘടനകളും ഒപ്പമുണ്ടായിരുന്നു. ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ കർശനമാക്കിയവ ഉൾപ്പെടെ ഇറാനെതിരെ പതിറ്റാണ്ടുകളായി US നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധങ്ങൾ ആ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. ലോകത്തെ ഏറ്റവും ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ആയത്തുള്ള റൂഹുല്ല ഖാംനെയി അധികാരത്തിലെത്തിയതോടെയാണ് ഈ ഉപരോധങ്ങൾ ആരംഭിക്കുന്നത്. ഏകാധിപത്യ ഷാ ഭരണകൂടത്തെ പുറത്താക്കി റഫറൻഡത്തിലൂടെ അധികാരത്തിൽ വന്നതെങ്കിലും 1979 നവംബറിൽ അമേരിക്ക ഇറാനെതിരെ ആദ്യ ഉപരോധം ഏർപ്പെടുത്തി. ഇറാനിലെ വിദ്യാർത്ഥി സമൂഹം ടെഹ്റാനിലെ എംബസി ആക്രമിച്ച് അമേരിക്കക്കാരെ ബന്ദികളാക്കിയതിനെ തുടർന്നായിരുന്നു ആ നീക്കം. 1979 തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും അമേരിക്ക നിർത്തിവെച്ചു. ഒപ്പം $1200 കോടി ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു അമേരിക്ക. ഇതിനെല്ലാം പ്രധാന കാരണം ഇറാനിലെ ഭരണകൂടത്തോടുള്ള വിരോധമായിരുന്നു.